CMA ഇന്ററിൽ തിയറി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന കുട്ടികൾക്കുള്ള ഒരു ചലഞ്ചാണ് ഞാൻ ഈ വീഡിയോ. കാരണം നിങ്ങൾ എന്താണ് സ്ട്രാറ്റജിക് മാനേജ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ തിയറി വായിക്കുന്നതും പഠിക്കുന്നതും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ചലഞ്ചാക്കി ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിലോട്ട് ഞാൻ ഒരു എര പോലെ ഇട്ട് തരാണ്. പ്ലീസ് സ്പെൻഡ് വിത്ത് മീ. ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും എനിക്കറിയില്ല. മേ ബി ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും, മേ ബി ഒരു 40 മിനിറ്റ്സ് ആയിരിക്കും. ഈ ഒരു 30 അല്ലെങ്കിൽ ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ ഉണ്ടോ ഇതൊന്ന് മുഴുവനായിട്ട് നിങ്ങളൊന്ന് കേൾക്കും. നിങ്ങളുടെ CMA ഇന്റർ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കണ്ടുള്ള വരുന്ന നിങ്ങൾക്ക് 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ 4ാമത്തെ മൊഡ്യൂളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിലബസ് മാറ്റിയ സമയത്ത് പുതുതായിട്ട് കൊണ്ടുവന്ന ഒരു മൊഡ്യൂളാണ്. അതിൻ്റെ പേരാണ് ഡിജിറ്റൽ സ്ട്രാറ്റജി. ഓരോ കാലഘട്ടം മാറുമ്പോഴും കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ? അപ്പം നമ്മൾ മാറുമ്പോൾ ആര് മാറണം? ബിസിനസ് മാറണം. അങ്ങനെ ബിസിനസ്സിൽ വരുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിൽ ബിസിനസ് എങ്ങനെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാം അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് ഈ ഡിജിറ്റൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ആ 11th മൊഡ്യൂളിൻ്റെ അണ്ടറിൽ നമുക്ക് 4 യൂണിറ്റാണ് പഠിക്കാനുള്ളത്. അതിൽ 4ാമത്തെ മൊഡ്യൂളിൻ്റെ അണ്ടറിൽ എന്താ നമുക്ക് പഠിക്കാനുള്ളത്? 4ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്ട്രാറ്റജികളാണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്നോളജി സ്ട്രാറ്റജി. നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടെക്നോളജീസ് പഠിക്കാനുണ്ട്. അതിൽ പെട്ടൊരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ബിഗ് ഡാറ്റ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. ഇങ്ങനെ ഒരുപാട് ടെക്നോളജി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് എന്താണ് ബ്ലോക്ക് ചെയിൻ. അപ്പം നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ ഒരു സംശയം വേണ്ട. ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് ലെക്ചേഴ്സിനകത്ത് പറയുന്ന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും ഒന്ന് കേൾക്കുക. കാരണം ഞാൻ 100% ഗ്യാരണ്ടി തരാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് മനസ്സിലാവും? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നുള്ളത് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലെക്ചേഴ്സ് രൂപത്തിലാണ് ഈ വീഡിയോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ ചുറ്റും നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന എക്സാമ്പിൾസ് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. സോ മൈ നെയിം ഈസ് മുഹമ്മദ് വിജിലാഷ്. ഐ എം എ faculty for CA and CMA, especially specializing in the theory purpose in CA and CMA. ഓക്കെ ആണോ? സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണെന്നുള്ളതാണ്. അല്ലെ, നിങ്ങളുടെ 11th മൊഡ്യൂളിൽ 4ാമത്തെ യൂണിറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ബ്ലോക്ക് ചെയിൻ? ഈ ബ്ലോക്ക് ചെയിൻ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം ഇതൊരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. പല കുട്ടികൾക്കും ഇത് എന്താണെന്ന് പോലും അറിയില്ല. വെറുതെ ടെക്സ്റ്റ് എടുത്തിട്ട് പല ഫാക്കൽറ്റീസിനെ നോട്ട് എടുത്തിട്ട് അതങ്ങനെ അങ്ങോട്ട് വിഴുങ്ങും എന്നല്ലാതെ ഒന്നും പല കുട്ടികൾക്കും അറിയില്ല. ട്രസ്റ്റ് മീ, ഈ വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടോ അത് മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കാണണം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. ഓക്കെ ആണോ? വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ടോപ്പിക്കിന് അതോട് കയറാൻ വേണ്ടി പോകുന്നത് എന്താ ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ചെയിൻ മീൻസ് വാട്ട്. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി എ ലാംഗ്വേജ്, നിങ്ങൾക്കൊരു ഭാഷ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ എന്താ പഠിക്കുക? ആൽഫബറ്റ് പഠിക്കണം. ശരിയല്ലേ? അതേപോലെ തന്നെ ഇഫ് യു വാണ്ട് ടു മൂവ് ഓൺ യോൺ ക്രിപ്റ്റോ കറൻസി, നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ നിങ്ങൾക്ക് ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്രിപ്റ്റോ കറൻസിയിലൂടെ നിങ്ങൾക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കിയിരിക്കണം? ക്രിപ്റ്റോ കറൻസിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതാ പറഞ്ഞത്. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഫ്രഞ്ച് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കണോ, നിങ്ങൾക്ക് സ്പാനിഷ് ലാംഗ്വേജ്, ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്താ പറയുക? നേരിട്ട് നമ്മൾ ലാംഗ്വേജ് ആണ് പഠിക്കുക? ഒരിക്കലുമല്ല. ഫസ്റ്റ് നമ്മൾ എന്താ അതിൻ്റെ ആൽഫബറ്റ് പഠിക്കണം. അല്ലേ, ഇപ്പം നമുക്ക് മലയാളം സംസാരിക്കുന്നുണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ABCD എന്ന് പറഞ്ഞ ആൽഫബറ്റ് കൂട്ടി ഇണക്കിക്കൊണ്ടല്ലേ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് അതിന് ആൽഫബറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി പഠിക്കണമെങ്കിൽ ഫസ്റ്റ് എന്ത് ടെക്നോളജി അറിയണം? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അറിയണം. അതാണ് CMA ഇന്റർ സ്റ്റഡി മെറ്റീരിയലിനകത്ത് സ്ട്രാറ്റജിക് മാനേജ്മെന്റിന്റെ 4th മൊഡ്യൂളിനകത്ത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജി പഠിക്കാനുണ്ട്. അതിൽപ്പെട്ട ഒരു ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കാനുള്ള കാരണം ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇസ് എ ടെക്നോളജി വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോ കറൻസിയുടെ പിന്നിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. സോ അപ്പോൾ സാറിന് ഇപ്പോൾ ക്രിപ്റ്റോ എന്താണെന്ന് പഠിക്കണോ? അപ്പോൾ ക്രിപ്റ്റോ എന്താ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി മാത്രം പഠിച്ചാൽ മതി. പക്ഷേ അത് ക്രിപ്റ്റോന്റെ ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരും. നമുക്ക് പഠിക്കാൻ കഴിയില്ല. നമുക്ക് മനസ്സിലാവുന്ന ഒരു കുട്ടി ഒരു ക്ലാസ് കേൾക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താ? എനിക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കിത് ഡെലിവറി ചെയ്ത് കിട്ടണേ. അപ്പോൾ അതേ രൂപത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റും. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിയിട്ടുള്ളത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളിന്റെ സഹായത്തോടു കൂടി നമുക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ത് ചെയ്യാം, നമുക്കൊന്ന് പഠിക്കാം. സോ അപ്പോൾ ഞാൻ ക്ലാസ് കൊണ്ടുപോകുന്നത്
ഫസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയും, ഒരു റിയലിസ്റ്റിക് എക്സാമ്പിൾ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്ന് നോക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരു എക്സാമ്പിൾ ആണത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയും, ഒരു കേസ് സ്റ്റഡി ഞാൻ പറയും. ആ എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ അകത്തോട്ട് വരും. ആ എക്സാമ്പിൾ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഈ കണ്ടന്റ് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ ഈ ടെക്സ്റ്റിനകത്ത് എൻ്റെ നോട്ടിനകത്ത് കൊടുത്ത ഈ ഒരു ടെക്നോളജി, അല്ലെ എൻ്റെ നോട്ടിനകത്ത് കൊടുത്ത ഈ ഒരു കാര്യം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകാൻ കഴിയില്ല. കാരണം അതിൻ്റെ ബാക്കിൽ പറഞ്ഞിരിക്കുന്ന കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, തറവാകണം. ഓക്കെ ആണോ? സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ടൈം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഒരു എക്സാമ്പിളോട്ട് പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഈ എക്സാമ്പിൾ നിങ്ങളൊന്ന് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കണം. ഈ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ടെക്നോളജി കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയാൻ വേണ്ടി പോണേ, നിങ്ങളെല്ലാവരും CA അല്ലെങ്കിൽ CMA പഠിക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ CMA പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പല കുട്ടികളും നിങ്ങളുടെ കൺമുമ്പിൽ കണ്ട ഒരു എക്സാമ്പിളാണത്. ഞാൻ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാൻ വേണ്ടി പോണേ. മിസ്റ്റർ എ എന്ന് പറയുന്നൊരു പയ്യൻ, മിസ്റ്റർ എ, അതുപോലെ മിസ്റ്റർ ബി, അതുപോലെ മിസ്റ്റർ സി ആൻഡ് അതുപോലെ മിസ്റ്റർ ഡി, 4 പേരുടെ പേരാ. എ എന്ന് പറയുന്ന ഒരാളാണ്, ബി എന്ന് പറയുന്ന മറ്റൊരു പേര്, സി എന്ന് പറയുന്ന മറ്റൊരു പയ്യൻ, ഡി എന്ന് പറയുന്ന മറ്റൊരാൾ. 4 ഫ്രണ്ട്സ്. ഇവർ 4 എന്താണ്, ഇവർ 4 കട്ട ഫ്രണ്ട്സ് ആണ്. ഓക്കെ ആണോ? ഇവർ 4 എന്താണ്, ഫ്രണ്ട്സ് ആണ്. ഇവർ 4 പേരും കൂടി CMA പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവരെന്താ ചെയ്യുക വെച്ചാൽ, നോർമലി നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാം. അപ്പോൾ ഇവർ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന് പകരം ഇവർ 4 പേരും എന്താ ചെയ്തു വെച്ചാൽ, ഇവർ 4 പേരും കൂടി എന്ത് ചെയ്തു, ഒരു റൂം എടുത്തു. ഇവർ 4 പേരും കൂടി ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തു. എന്നിട്ട് ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്തിട്ട് ഇവർ 4 പേര് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത്. ഈ 4 പേരും കൂടി അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോക്കെ, ഈ 4 പേര് കൂടി ഒരു വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവിടെ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും അല്ലേ. ഇവർ ഫുഡ് പുറത്തുനിന്നല്ല, ഇവർ ഫുഡ് എന്ത് ചെയ്യും, അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. ഇവർ ഫുഡ് എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കുകയാണ്. അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക അറിയോ, അങ്ങനെ എന്താ സംഭവിക്കുക, ഓരോ ദിവസവും എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ഉച്ചക്കത്തെയും രാത്രികത്തെയും ഫുഡ് അവർ എന്ത് ചെയ്യേണ്ടി വരും, കുക്ക് ചെയ്യേണ്ടി വരും. രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിയിലെയും ഫുഡ് അവർ കുക്ക് ചെയ്യും. ഈ 4 പേരും കൂടി എന്ത് ചെയ്യും, പരസ്പരം ഷെയർ ചെയ്ത് എന്ത് ചെയ്യും, കുക്ക് ചെയ്യും. അപ്പോൾ നോക്കി, അപ്പോൾ ഈ ഒരു കേസിൽ ഇവർക്ക് ഒരുപാട് സാധനം വാങ്ങേണ്ടി വരും അല്ലേ. ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഒരുപാട് സാധനം, ഇപ്പോൾ അരി വാങ്ങേണ്ടി വരും, പച്ചക്കറി വാങ്ങേണ്ടി വരും അല്ലേ. ഇപ്പോൾ വാട്ട് എവർ മേ ബി, അവർക്ക് എന്തൊക്കെ സാധനം ഉണ്ടാക്കണോ അതിനെല്ലാ സാധനം അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, എ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്തു, കുറേ സാധനങ്ങൾ വാങ്ങി. അപ്പോൾ എ എന്തൊക്കെ വാങ്ങി, എ കുറേ സാധനങ്ങൾ എന്ത് ചെയ്തു, വാങ്ങി. ബിയും കുറേ സാധനം എന്ത് ചെയ്തു, വാങ്ങി അല്ലെ. സിയും കുറേ സാധനം എന്ത് ചെയ്തു, വാങ്ങി. ഡി എന്ത് ചെയ്തു, കുറേ സാധനം ഡിയും വാങ്ങി. അപ്പോൾ ഇവർ 4 പേരും കുറേ സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഇവർ 4 പേരും എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ അതെന്ത് ചെയ്യും, ഈ 4 പേരും എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. എ എന്തൊക്കെ വാങ്ങി, എ 1 കിലോ അരി വാങ്ങി അല്ലെ, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ബി എന്തൊക്കെ വാങ്ങി, ബി 2 കിലോ എന്ത് വാങ്ങി, പച്ചക്കറി വാങ്ങി, ബി റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സി എന്തൊക്കെ വാങ്ങി, ഡി എന്തൊക്കെ വാങ്ങി. ഇവർ എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ അത് ഇവർ എന്ത് ചെയ്യുന്നുണ്ടാവും, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി ഞാൻ പറയുന്ന സാധനം നിങ്ങൾ ശരിക്കും നോക്കട്ടോ. എ എന്തൊക്കെ സാധനം വാങ്ങുന്നത് എ ഉണ്ടാവും, എയുടെ കയ്യിൽ നിന്നുണ്ടാവും ഒരു ഡയറി ഉണ്ടാവും. ആ എ എന്ത് ചെയ്യും, ഡയറി റെക്കോർഡ് ചെയ്യും. ബി എന്തൊക്കെ വാങ്ങി, ബി എന്നുണ്ടാവും, ബിയുടെ കയ്യിൽ നിന്നുണ്ടാവും, ഡയറി ഉണ്ടാവും, ഡയറി റെക്കോർഡ് ചെയ്യും. ഓക്കെ ആണോ? സിന്റെ ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. ഡി എന്ത് ചെയ്യും, ഡിന്റെ ഡയറിയിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എ എന്തൊക്കെ വാങ്ങി, ഇവരെന്താ ചെയ്യുക വെച്ചാൽ അവനവൻ്റെ ഡയറിയിൽ അവരെന്തൊക്കെ വാങ്ങി എന്നുള്ളത് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യും. ഓക്കെ ആണോ? ഇനി ഇതെന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു മാസാവസാനമാവുന്ന സമയത്ത് ഇവർ 4 പേരും കൂടി ടോട്ടൽ അവർക്ക് എത്ര എക്സ്പെൻസ് വന്നു കൂട്ടി നോക്കും അല്ലെ. ടോട്ടൽ എത്ര എക്സ്പെൻസ് വന്ന് കൂട്ടി നോക്കും. ഫോർ എക്സാമ്പിൾ, ഒരു 250 രൂപ എക്സ്പെൻസ്, 250 അല്ല, എ ടോട്ടൽ ആ ഒരു മാസം ലാസ്റ്റ് കൂട്ടി നോക്കുന്ന സമയത്ത് 1000 രൂപ എക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ബി നോക്കുന്ന സമയത്ത് ബിക്കും 1000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. സി നോക്കുന്ന സമയത്ത് സിക്കൊരു 1500 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? ഡിക്ക് ഒരു 1000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവർക്ക് എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട് നോക്കി. ഇവിടെ എക്കും ബിക്കും സിക്കും ഡിക്കും കൂടി 1000 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവിടെ 3000 ആയി അല്ലേ. ഇനി സിക്ക് എത്ര 1500 രൂപ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയായി, ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 4500 രൂപ അവർക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ബട്ട് എന്താ പ്രശ്നം, ഇവർക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് ആർക്ക് വന്നത്, ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വന്നത് സിക്ക് എത്ര എക്സ്പെൻസ് വന്നു, എക്സ്ട്രാ എത്ര എക്സ്പെൻസ് വന്നു, 500 രൂപ എക്സ്പെൻസ് വന്നില്ലേ. ഈ 500 രൂപ എന്താ ചെയ്യാം, ഇത് സി മാത്രം എടുത്താൽ പോരല്ലോ. ഈ 500 രൂപ അവരെന്ത് ചെയ്യും, 500 ഡിവൈഡ് ബൈ 4 പേരും കൂടി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും അല്ലേ. ഈ 500 എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അപ്പോൾ 500 ഡിവൈഡ് ബൈ 4 എത്ര വരിക, സംതിങ് അല്ലെ, 100 സംതിങ് എത്ര വരും അല്ലെ, 100 ആൻഡ് എബോ എത്ര സംതിങ് വരും. ശരിയല്ലേ?
എന്നിട്ട് എന്ത് ചെയ്യും, എത്രയാണ് വരുന്ന എമൗണ്ട് അതെന്ത് ചെയ്യും, ഈ 3 പേരും എയും ബിയും ഡിയും കൂടി എന്ത് ചെയ്യും, അത് ആർക്ക് കൊടുക്കും, ഈ സിക്ക് കൊടുക്കും. അതാ പറഞ്ഞത് എത്ര എക്സ്പെൻസ് വരുന്നോ അത് അവർ പരസ്പരം എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഇതാണ് നോർമലി ചെയ്യുക, ഇതാണ് നോർമലി ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? ബട്ട് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നല്ല എന്ത് വേണം, വിശ്വാസം വേണം, ട്രസ്റ്റ് വേണം. വിശ്വാസം പരസ്പരം നല്ല രീതിയിൽ വേണം. പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ എന്താ പ്രശ്നം, എന്ത് ചെയ്തു, കുറച്ച് സാധനം വാങ്ങി, ഒരു കിലോ അരി വാങ്ങി, ശരി കേട്ടോ, 1 കിലോ അരി വാങ്ങി. നോർമൽ 1 കിലോ അരിക്ക് 50 രൂപ ഉള്ളതെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? ബട്ട് എന്ത് ചെയ്തു, 100 രൂപ ആയി എന്ന് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. എന്റെ ഡയറിയിൽ എന്ത് ചെയ്തു, 100 രൂപ ആയി എന്ന് പറഞ്ഞു. ഇനി ബി എന്ത് ചെയ്തു, ബി ഒരു 2 കിലോ പച്ചക്കറി വാങ്ങി. നോർമലി 150 രൂപയാണ് പച്ചക്കറിക്ക്. ബട്ട് ബി എന്താ ചെയ്തു വെച്ചാൽ 200 രൂപ ആയി എന്ന് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു, കൂട്ടി റെക്കോർഡ് ചെയ്തു. അതായത് എത്ര എക്സ്പെൻസ് അതിനേക്കാട്ടിലും കൂട്ടി നീ റെക്കോർഡ് ചെയ്തു. മേ ബി സംഭവിക്കാം ഇവർ പരസ്പരം ഒരു പ്രശ്നം, ഇവർ പരസ്പരം ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഇവർ പരസ്പരം ഒരു ഐക്യം അല്ലെങ്കിൽ ഇവർക്ക് വന്ന എക്സ്പെൻസ് മേ ബി ഇവർ എന്ത് ചെയ്യും, കൂട്ടി കാണിക്കാൻ ചാൻസ് ഉണ്ട്. കൂട്ടി കാണിച്ച എന്താ പ്രശ്നം, ഇവർക്ക് ആർക്കെങ്കിലും എന്ത് ചെയ്യും, എക്സ്ട്രാ എക്സ്പെൻസ് വരാൻ ചാൻസ് ഉണ്ട്. അവിടെ ഫ്രോഡ് നടക്കും, അവിടെ എറർ നടക്കാനൊക്കെ എന്തുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ പരസ്പരം എന്തില്ലെങ്കിൽ പരസ്പരം പ്രശ്നം, പരസ്പരം ട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഞാൻ വീണ്ടും പറഞ്ഞ കീവേഡ് നോക്കട്ടോ, പരസ്പരം ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഈ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും ഡിൻ്റെയും ഇടയിൽ പരസ്പരം ഒരു ട്രസ്റ്റ് ഇല്ലെങ്കിൽ അവിടെ എന്ത് വരാൻ ചാൻസ് ഉണ്ട്, ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അവർക്ക് വരുന്ന എക്സ്പെൻസ് അവർ കൂട്ടി കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പ്രൂഫില്ലല്ലോ, പ്രൂഫില്ലല്ലോ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഈ ഒരു ടെക്നോളജി, ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പോകണമെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ 4 പേര് എയും ബിയും സിയും ഡിയും എന്ന് പറഞ്ഞ 4 കൂട്ടുകാർ ചേർന്നിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റെൻ്റ് അവർ മാസം ഷെയർ ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് അവർ മാസം ഷെയർ ചെയ്യേണ്ടി വരും. ഓരോ ദിവസവും അവർ കഴിക്കാനുള്ള ഫുഡ് അവർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, കുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് ഡെയിലി അവർ പരസ്പരം എന്ത് ചെയ്യേണ്ടി വരും, ഷെയർ ചെയ്യേണ്ടി വരും. മേ ബി അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് മേ ബി ഒരുത്തൻ മറ്റവനേക്കാട്ടിലും എക്സ്പെൻസ് കൂട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ, ബില്ല് അവർ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു 4 പേരും കൂടി വേറെടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ പറയുന്നു, ഈ ഒരു സിറ്റുവേഷനിലോട്ട് ഞാൻ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ, ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പോണേ, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താ, 4 പേരും കൂടി വേറെടുത്ത് നിൽക്കുന്ന സമയത്ത് ഈ 4 പേർക്കും പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് പരസ്പരം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 4 പേർക്കും പരസ്പരം വിശ്വാസം അല്ലെങ്കിൽ എന്താ, ഇപ്പൊ എ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, ബില്ല് കൂട്ടി തരും, അല്ലെങ്കിൽ ഡി എന്ത് ചെയ്തും ബില്ല് കൂട്ടി കാണിക്കും. അതൊരു പ്രശ്നമാണ്. അവർ പരസ്പരം എന്തായിട്ട് മാറും, ഇഷ്യൂ ആയിട്ട് മാറും. ആ ഒരു ഇഷ്യൂ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. എന്താ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ശരിക്കും മനസ്സിലായിക്കോ. ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നിലവിൽ അവർ എങ്ങനെ ചെയ്തിരുന്നത്, എന്തൊക്കെ സാധനം വാങ്ങുമോ അതേ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എന്തൊക്കെ സാധനം വാങ്ങിയോ അതേ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ബി എന്തൊക്കെ സാധനം വാങ്ങിയോ അത് ബിന്റെ ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. സി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയോ അത് ഇവർ റെക്കോർഡ് ചെയ്യും, സിന്റെ ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. ഡി എന്തൊക്കെ വാങ്ങിയോ അത് എന്ത് ചെയ്യും, ഡിന്റെ ഡയറിയിൽ റെക്കോർഡ് ചെയ്യും. ഇനി എ റെക്കോർഡ് ചെയ്യുന്നതും ബി റെക്കോർഡ് ചെയ്യുന്നതും സി റെക്കോർഡ് ചെയ്യുന്നതും ഡി റെക്കോർഡ് ചെയ്യുന്നതും ഇവർ പരസ്പരം 4 പേർക്കും കാണാൻ പറ്റുമോ? 4 പേർക്കും കാണാൻ പറ്റൂല. അപ്പോൾ അതിന് പകരം ഇവർ പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ കൊണ്ടുവരുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്താണ്? ഞാൻ കൊണ്ടുവരുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണത് ഗൂഗിൾ ഡോക്യുമെന്റ്. എന്താണ് ഗൂഗിൾ ഡോക്യുമെന്റ്? സോ ഈ ഗൂഗിൾ ഡോക്യുമെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഈ ഗൂഗിൾ ഡോക്യുമെന്റിൽ ഞാൻ എന്താ ചെയ്യുന്നത്, ഈ ഗൂഗിൾ ഡോക്യുമെന്റ് ഞാൻ എന്ത് ചെയ്യും, ഇവർക്ക് വേണ്ടി ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഈ ഗൂഗിൾ ഡോക്യുമെന്റ് അണ്ടറിൽ എന്തുണ്ടാവും, 4 ഫോൾഡറുകൾ ഉണ്ടാവും. ഓക്കെയാണ്, 4 ഫോൾഡർ ഇവിടെ എന്തുണ്ടാവും, 4 ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഒന്ന് എന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യും, മറ്റൊന്ന് ഞാൻ ബിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യും, ഒന്ന് സിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യും, ഒന്ന് ഞാൻ ഡിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഡിന്റെ മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഗൂഗിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ എക്ക് എന്ത് കാണാൻ പറ്റും, എന്റെ പേരിൽ ഒരു ലെഡ്ജർ അതിനകത്ത് കാണാൻ പറ്റും. ബി കയറി നോക്കുന്ന സമയത്ത് ബിക്ക് എന്ത് കാണാൻ പറ്റും, ബിന്റെ പേരിൽ ഒരു ലെഡ്ജർ അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇനി സി നോക്കുമ്പോഴും ഡി നോക്കുമ്പോഴും ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് ഈ എക്കും ബിക്കും സിക്കും ഡിക്കും അവരുടെ പേരിൽ എന്ത് കാണാൻ പറ്റും, ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് കാണാൻ പറ്റും. ഓക്കെ ആണോ? ഇനി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ എക്ക് എന്ത് ചെയ്യാം, ആ ഗൂഗിൾ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. ബി എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ ബിന്റെ ഗൂഗിൾ ഡോക്യുമെന്റിൽ എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യാം. സി എന്തൊക്കെ വാങ്ങുന്നുണ്ട് സിക്ക് റെക്കോർഡ് ചെയ്യാം. ഡി എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ട് ഡിക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ പ്രശ്നം അറിയോ? പ്രശ്നമല്ല. ഇനി ഫോർ എക്സാമ്പിൾ 1 കിലോ അരി വാങ്ങുന്നു വിചാരിക്കാം. 1 കിലോ അരി വാങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യുക, അതിനകത്ത് 1 കിലോ അരി ഇന്ന ഡേറ്റിൽ 1 കിലോ അരി ഞാൻ വാങ്ങി ഞാൻ എന്ത് ചെയ്യും, അവിടെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അവിടെ എന്തും കൂടി അറ്റാച്ച് ചെയ്യണം. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബില്ലും കൂടി എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം.
അതേപോലെ തന്നെയാണ് ബി എന്തൊക്കെ സാധനം വാങ്ങിയോ അത് അവിടെ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം അല്ലെ, ബില്ല് എന്ത് ചെയ്യണം അവിടെ അറ്റാച്ച് ചെയ്യണം. അതേപോലെ സിയും വാങ്ങുമ്പോൾ സിയും ബില്ല് അറ്റാച്ച് ചെയ്യണം, ഡി വാങ്ങുമ്പോൾ ഡി എന്ത് ചെയ്യണം, ബില്ല് അവിടെ എന്ത് ചെയ്യണം അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ അറ്റാച്ച് ചെയ്ത എന്താ ഗുണം അറിയോ, ഇവർക്ക് പരസ്പരം എന്ത് കാണിക്കാൻ കഴിയില്ല, ഫ്രോഡ് കാണിക്കാൻ കഴിയില്ല. ഓക്കെ, ഒന്നാമത്തെ ബെനിഫിറ്റ്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ 1 കിലോ അരി വാങ്ങി അല്ലെ, 1 കിലോ അരി വാങ്ങി. 1 കിലോ അരിക്ക് വന്ന വില എന്ന് പറഞ്ഞാൽ എത്ര, 100 രൂപയാണ്. മറന്നുകൊണ്ട് എന്ത് ചെയ്തു, 120 എന്ന് എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഓക്കെയാണോ? നോർമലി എത്രയേ ഉള്ളൂ, നോർമലി 1 കിലോ അരിൻ്റെ വില 100 രൂപയാണ്. ഇവനൊരു ബില്ല് എന്ത് ചെയ്തു, അറ്റാച്ച് ചെയ്തു. ബില്ല് നോക്കുമ്പോൾ 100 രൂപയാണ്. ഇവൻ മറന്നുകൊണ്ട് ഇതിന് 120 രൂപ അവിടെ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ 120 വെട്ടിയിട്ട് അവരെ 100 ആക്കാൻ പറ്റുമോ? പറ്റൂല. ഗൂഗിൾ ഡോക്യുമെന്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിന്റെ പ്രത്യേകതയാണ്, വൺസ് ഒരു കാര്യം അതിനകത്ത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് എഡിറ്റ് ചെയ്യാനോ അൾട്ടർ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റൂല. ഓക്കെ ആണോ? അപ്പോൾ അവനെന്താ ചെയ്യുക, 120 രൂപ അവൻ റെക്കോർഡ് ചെയ്തില്ലേ, ബട്ട് എത്ര ഉള്ളൂ, 100 രൂപ മാത്രമുള്ളല്ലോ, 20 അവൻ എക്സ്ട്രാ റെക്കോർഡ് ചെയ്തില്ലേ. അപ്പോൾ അവരെന്താ ചെയ്യുക വെച്ചാൽ രണ്ടാമത് വേറൊരു ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, അതിനകത്ത് എൻ്റർ ചെയ്യണം. എന്നിട്ട് അവിടെ എന്ത് ചെയ്യണം, 20 മൈനസ് ആക്കി എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ ആണോ? നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, സ്കൂളിൽ നിങ്ങൾ ഫൗണ്ടേഷനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ജേണൽ എൻട്രി ഇട്ടു. ഒരു ജേണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ് ടു സെയിൽസ് ഇട്ടു. ക്യാഷ് 100, സെയിൽസ് 100. 1000 ഇടുന്നതിന് പകരം നിങ്ങൾ എന്തിട്ടു, 100 ഇട്ടു. അങ്ങനെ നിങ്ങൾ എന്താ ചെയ്യുക, തെറ്റായ ഒരു എൻട്രി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ ഇതിനെ തിരുത്താൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, ഇത് എഡിറ്റ് ചെയ്യാനോ ചെയ്യുക. ഈ ഒരു എൻട്രി തിരുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും, വേറൊരു എൻട്രി പാസ് ചെയ്യും. ശരിയല്ലേ? അതേപോലെ ഒരു എൻട്രി തെറ്റിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയി നമ്മൾ എന്ത് ചെയ്യും, വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി പാസ് ചെയ്യും അല്ലെ, റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യും. ഇവിടെ 1000 എന്ന് അല്ലെ, ഇവിടെ ക്യാഷ് എത്ര, 1000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് 1000 കിട്ടിയിട്ടുണ്ട്, ബട്ട് എത്ര കൊടുത്തുള്ളൂ, 100 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഇനി 900 ക്യാഷ് നമുക്ക് കൂട്ടണ്ടേ. അപ്പോൾ ആക്ച്വലി ക്യാഷ് എത്ര കിട്ടിയിട്ടുണ്ട്, ഇവിടെ ക്യാഷ് ആക്ച്വലി 1000 കിട്ടിയിട്ടുണ്ട്, ബട്ട് ഞാൻ മറന്നുകൊണ്ട് എന്ത് ചെയ്തു, 100 നിട്ടു അല്ലെ. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്, 900. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ 900 അത്ര ഇനി ക്യാഷ് കൂടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, ഒരു എൻട്രി പാസ്. എന്താണ്, ക്യാഷ് അക്കൗണ്ട് അപ് ടു സെയിൽസ് എത്ര ഇട്ടു, 900 രൂപയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, വേറെ എൻട്രി പാസ് ചെയ്തു. അതാ പറഞ്ഞ റെക്ടിഫിക്കേഷൻ എൻട്രി. ഒരു എൻട്രി ഇട്ട് അതിൽ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ റെക്ടിഫൈ ചെയ്ത് വേറെ എൻട്രി പാസ് ചെയ്യും. അതേപോലെ ഈ ഗൂഗിൾ ഡോക്യുമെന്റിനകത്ത് 1 കിലോ അരി വാങ്ങി, 120 രൂപക്കാണ് അരി വാങ്ങിയത് അല്ലേ, 100 രൂപക്കാണ് അരി വാങ്ങിയത്. ബട്ട് അവൻ മറന്നുകൊണ്ട് എന്ത് ചെയ്തു, 120 ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇത് തെറ്റിക്കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യാം, 1 കിലോ അരി വാങ്ങി 100 രൂപയാണ് ആക്ച്വലി അതിൻ്റെ പ്രൈസ്. അത് തെറ്റിപ്പോയി അവരെന്തിട്ട് 120 ഇട്ട് കഴിഞ്ഞാൽ ബാക്കി 20 അവരെന്താ ചെയ്യാം, ബാക്കി 20 രൂപ അവിടെ നിന്ന് കുറക്കണം എന്നുണ്ടെങ്കിൽ അവനത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അവൻ എന്താ ചെയ്യുക, 20 രൂപ എന്ത് ചെയ്യും, മൈനസ് ആക്കി കാണിച്ച് വേറെ എന്ത് ചെയ്യും, ഒരു എൻട്രി പാസ് ചെയ്യും. അപ്പം നെറ്റ് ഓഫ് എന്തായിട്ട് മാറി, 100 മാറിയില്ലേ. ഇങ്ങനെയാണ് ചെയ്യുക. സോ ഈ ഒരു ടെക്നോളജി എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4 പേരും കൂടി റൂം എടുത്ത് വെക്കുമ്പോൾ എനിക്ക് ഈ ഒരു ടെക്നോളജി അവർക്ക് ഇതിൽ എന്ത് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ടെക്നോളജിനെ വിളിക്കുന്ന പേരാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലുള്ള ഒരു ടെക്നോളജിയാണത് ബ്ലോക്ക് ചെയിൻ. അപ്പോൾ 4 പേരും കൂടി ഒരു വീടെടുത്തിട്ട് ഒരു റൂം എടുത്തിട്ട് താമസിക്കുന്ന സമയത്ത് അവർക്കിടയിൽ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാനൊരു ഗൂഗിൾ ഡോക്യുമെന്റിന്റെ സിസ്റ്റം കൊണ്ടുവന്നു. ദിസ് ഗൂഗിൾ ഡോക്യുമെന്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ആ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എങ്ങനെയാണ്, ഞാൻ പറയുന്നു എയും ബിയും സിയും ഡിയും ഇവർ 4 പേരും റൂം എടുത്ത് വെക്കുമ്പോൾ ഇവർ 4 പേരുടെയും ഇടയിലോട്ട് ഇവർ 4 പേർക്കും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഞാൻ എന്ത് ചെയ്തു, പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇത് നോക്കട്ടോ. എക്കും ബിക്കും സിക്കും ഡിക്കും ഞാൻ എന്ത് ചെയ്തു, ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തു. ഇനി എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുമ്പോൾ ബിൻ്റെയും കാണാൻ പറ്റും, സിൻ്റെയും കാണാൻ പറ്റും, ഡിൻ്റെയും കാണാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഒരാളുടെ ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുമ്പോൾ മറ്റു പാർട്ട്നേഴ്സിന്റെ ഡോക്യുമെന്റ് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതേപോലെ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെയും കാണാൻ പറ്റും, സിൻ്റെയും കാണാൻ പറ്റും, ഡിൻ്റെയും കാണാൻ പറ്റും. അവരെന്തൊക്കെ അതിനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെ അതിൽ തെറ്റ് തിരുത്തുന്നുണ്ട്, അത് ആർക്ക് കാണാൻ പറ്റും, ഇവർക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഇവരതിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന ബില്ല് എന്ത് ചെയ്യാൻ പറ്റും, പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അപ്പോൾ ഒരു എറർ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, അപ്പോൾ അവരൊരു ഫ്രോഡ് കാണിക്കാൻ ചാൻസ് ഇല്ല. ഫോർ എക്സാമ്പിൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർ എന്തും കൂടി അവിടെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്, ബില്ലും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. ഓക്കെ ആണോ? സോ ഈ ഒരു ടെക്നോളജിയാണ് എന്ത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്ന മറ്റൊരു പോയിന്റ് നോക്കട്ടോ. ഇനി നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ പറയും
എയും ബിയും സിയും ഡിയും നമ്മുടെ എക്സാമ്പിൾ 4 പേരും കൂടി ഈ 4 ഫ്രണ്ട്സ് കൂടി റൂം എടുത്തല്ല താമസിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാണ് വാട്ട് ഈസ് സിംബിൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ എക്കും ബിക്കും സിക്കും ഡിക്കും കൂടി ഞാൻ എന്ത് ചെയ്തു, ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ. ആ ഗൂഗിൾ ഡോക്യുമെന്റ് ആണ് ഇവിടെ എക്സാമ്പിൾ എന്താ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഇത് 4 പേർക്കും പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഷെയർഡ് അല്ലേ? ഷെയർഡ് ആണോ? ഷെയർഡ് ആണ്. എന്താ, എക്കും ഷെയർ ആണ്, ബിക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, സിക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയും എന്റെ ഗൂഗിൾ ഡോക്യുമെന്റ് ആർക്ക് കാണാൻ പറ്റും? ബി കാണാൻ പറ്റും. ബിന്റെ ഗൂഗിൾ ഡോക്യുമെന്റ് സി കാണാൻ പറ്റും. സിന്റെ ഗൂഗിൾ ഡോക്യുമെന്റ് ആർക്ക് കാണാൻ പറ്റും? ഡിക്കും കാണാൻ പറ്റും. അപ്പോൾ ഒരു ലെഡ്ജർ ഉണ്ടാക്കിയ അത് 4 പേർക്കും പരസ്പരം എന്താണ്, ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഷെയർഡ് ആണ്. ഓക്കെ ആണോ? ഷെയർഡ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നോക്കട്ടോ, ഇനി ശരിക്കും നോക്കട്ടോ. ഇനിയാണ് നമ്മൾ എക്സാമ്പിളോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ അവർ പറയാൻ വേണ്ടി പോകുന്നത് നോക്കട്ടോ. ഞാൻ ഫസ്റ്റ് എന്താ ബ്ലോക്ക് ചെയിൻ പറഞ്ഞത്, വാട്ട് ഈസ് മീൻ ബി ബ്ലോക്ക് ചെയിൻ. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബ്ലോക്ക് ചെയിൻ്റെ കോൺസെപ്റ്റ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു സ്റ്റഡി എ ലാംഗ്വേജ് ഫസ്റ്റ് യു ഷുഡ് സ്റ്റഡി ദ ആൽഫബറ്റ്. അതേപോലെ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി എ ക്രിപ്റ്റോ യു ഫസ്റ്റ് യു സ്റ്റഡി ദ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞത് വൺ ഡയറി. എന്താ വൺ ഡയറി? ഞാൻ പറഞ്ഞു ആദ്യം അവർ എന്താ ചെയ്തിരുന്നത്, ആദ്യം എല്ലാതും കൂടി അല്ലെ, ഈ 4 പാർട്ട്നേഴ്സ് ആണ് എന്ത് അവിടെ ഉള്ളത്, 4 പേരും കൂടി റൂം എടുത്തേക്കല്ലേ. ഈ 4 പേരും കൂടി റൂം എടുത്തേക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ എക്സ്പെൻസ് വന്നോ അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനകത്ത് റെക്കോർഡ് ചെയ്യൂലേ. ആദ്യം അവർ ഒരു ഡയറിയാണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ പണ്ട് അവർ യൂസ് ചെയ്തിരുന്നത് ഒരു ഡയറി ആയിരുന്നു അല്ലെ. ആദ്യം അവർ യൂസ് ചെയ്തത് ഒരു ഡയറി ആയിരുന്നു. അതാണ് എന്ത് സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. പിന്നെ ഞാനൊരു ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കി കൊടുത്തു. ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഓപ്പൺ ആക്കിയിട്ട് എക്ക് ഞാനൊരു ഷീറ്റ് ഉണ്ടാക്കി കൊടുത്തു, ബിക്ക് വേറെ ഷീറ്റ് ഉണ്ടാക്കി കൊടുത്തു, സിക്ക് വേറെ ഷീറ്റ്, അതുപോലെ തന്നെ ഡിക്ക് വേറെ ഷീറ്റ് അല്ലേ. അപ്പം ഞാൻ പറയുന്നു ഇവിടെ ഞാൻ 4 ഡയറി ഉണ്ടാക്കി കൊടുത്തു അല്ലേ. എക്കും ബിക്കും സിക്കും ഡിക്കും കൂടി ഞാൻ 4 ഡയറി ഉണ്ടാക്കി കൊടുത്തില്ലേ. അതാണ് എന്ത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പം നമ്മുടെ എക്സാമ്പിൾ എന്താ, ഇവിടെ 5 അല്ല കേട്ടോ, ഇത് 5 അല്ല, എന്നാലും 4 ആണ്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ എക്സാമ്പിൾ ഞാൻ എന്താ പറഞ്ഞത് കണ്ടോ. എ എന്ത് ചെയ്യും, എക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ അത് എ എന്ത് ചെയ്യും, എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ബി എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ ബി എന്ത് ചെയ്യും, അത് ബിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. സി എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയോ സിൻ്റെ ഡയറി റെക്കോർഡ് ചെയ്യും. ഡി എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയോ ഡി എന്ത് ചെയ്യും, ഡിൻ്റെ ഡയറി റെക്കോർഡ് ചെയ്യും. അതേപോലെ ഞാൻ എന്ത് ചെയ്യും, അവർക്കൊരു ഗൂഗിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ. എക്ക് എന്ത് ചെയ്യും, എൻ്റെ ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തു. ബിക്ക് ഞാൻ സെപ്പറേറ്റ് ആക്കി ഒരു ഡയറി ഉണ്ടാക്കി കൊടുത്തു. ഡയറി മീൻസ് ഇവരുടെ ഡയറി ഉദ്ദേശിക്കണേ ഒരു ഡോക്യുമെന്റ്, ഒരു സിസ്റ്റം ആക്കി കൊടുത്തു. സിക്ക് ഞാൻ എന്ത് ചെയ്തു, സിക്ക് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തു, ഒരു സിസ്റ്റം ആക്കി കൊടുത്തു. ഡിക്ക് വേണ്ടി മാത്രം ഞാൻ എന്ത് ചെയ്തു, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ. അത് എന്തിനു വേണ്ടിയിട്ടാ, ആ ഓരോരുത്തരും എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ, എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ, എന്തൊക്കെ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ എക്സ്പെൻസ് അവർക്ക് വരുന്നുണ്ടോ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല അവരെന്ത് ചെയ്യും, അവരുടെ ലെഡ്ജറിൽ കയറി എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതാ പറഞ്ഞത് ഇൻസ്റ്റെഡ് ഓഫ് 1 ഡയറി ഇൻസ്റ്റെഡ് ഓഫ് 1 ലെഡ്ജർ. ഒരു ലെഡ്ജറിന് പറഞ്ഞപ്പോൾ ഇവിടെ എന്തായി 4 ലെഡ്ജറാക്കി കൊടുത്തില്ലേ. ഈ സിസ്റ്റം ആണ് എന്ത്. അപ്പോൾ ഞാനൊരു ഗൂഗിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് 4 പേർക്കും ഓരോ ഷീറ്റ് ഓപ്പൺ ആക്കി കൊടുത്താൽ ഈ സിസ്റ്റത്തിന് വിളിക്കുന്ന പേരാണത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇനി 4 പേരും കൂടി ഒരു ഡയറിയിലാണ് റെക്കോർഡ് ചെയ്യണമെങ്കിലോ അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം, അതാണ് നോർമൽ സിസ്റ്റം. 4 പേരും കൂടി ഒരു ഡയറിയിലാണ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതാണ് സെൻട്രലൈസ്ഡ് സിസ്റ്റം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, 4 പേർക്ക് ഞാൻ എന്ത് ചെയ്തു, 4 ഡയറി ഉണ്ടാക്കി കൊടുത്തു. അതാണ് എന്ത് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ഇവിടെ ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഇതാണ് ബ്ലോക്ക് ചെയിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ അല്ലെ. ഇതാണ് ബ്ലോക്ക് ചെയിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഞാൻ ബ്ലോക്ക് ചെയിൻ്റെ എന്ത് വായിക്കാൻ വേണ്ടി പോകണേ, ഇനി ബ്ലോക്ക് ചെയിൻ ഡെഫിനേഷൻ വായിക്കാൻ വേണ്ടി പോകും. ഇനി ശരിക്കും നോക്കിട്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞെന്ന എക്സാമ്പിളാണ് നിങ്ങളിവിടെ കണക്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞെന്ന 4 പേരും കൂടി റൂം എടുത്തേക്കുന്നു. ആദ്യം ഇവരെല്ലാവരും കൂടി ഒരു ഡയറിയിലാണ് റെക്കോർഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ടുവന്നു. 4 പേർക്കും ഞാൻ എന്ത് ചെയ്തു, ഓരോരോ ഷീറ്റ് ഓപ്പൺ ആക്കി കൊടുത്തു. ഓരോരുത്തർക്കും അതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിൽ വെക്കണം. ഓക്കെ, ഇനി ഫസ്റ്റ് വായിക്കാൻ വേണ്ടി പോകും. എന്താ ബ്ലോക്ക് ചെയിൻ? ബ്ലോക്ക് ചെയിൻ ഇസ് എ ടെക്നോളജി. എ ബ്ലോക്ക് ചെയിൻ ഇസ് എ ഷെയർഡ്. എന്താ ഷെയർഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ലെഡ്ജർ ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്, സിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്, ഡിക്കും ഷെയർ ചെയ്തിട്ടുണ്ട്. സിമ്പിൾ അല്ലേ പറടാ. അപ്പൊ എൻ്റെ ലെഡ്ജർ അവർ പരസ്പരം എന്താക്കി കൊടുത്തു, ഷെയർ ചെയ്ത് കൊടുത്തു. ഓക്കെ ആണോ? ബിൻ്റെ ലെഡ്ജറും എക്കുണ്ട് സിക്കുണ്ട് ഡിക്കുണ്ട്, ഡിൻ്റെയോ എക്കുണ്ട് ബിക്കുണ്ട് സിക്കുണ്ട്. എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും എല്ലാ ഫ്രണ്ട്സിൻ്റെയും ലെഡ്ജർ എന്ത് ചെയ്തു, പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്തു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് എന്ത് കൊടുത്തു, ഇവർ ഓരോരുത്തർക്കും ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി കൊടുത്തില്ലേ. ആ ഡോക്യുമെന്റ് എന്താ, ഇറ്റ്സ് ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് അല്ലെ, ഇമ്മ്യൂട്ടബിൾ ലെഡ്ജർ ആണ്. ഞാൻ ഓരോരുത്തർക്കും എന്താ ഉണ്ടാക്കി കൊടുത്തത്, ഓരോ ലെഡ്ജർ ഉണ്ടാക്കി കൊടുത്തു അല്ലെ, ലെഡ്ജർ. ഇനി ഞാൻ എക്ക് ഒരു ലെഡ്ജർ ഉണ്ടാക്കി കൊടുത്തു, ബിക്ക് ഒരു ഡോക്യുമെന്റ്സ് ഒരു ലെഡ്ജർ ഉണ്ടാക്കി കൊടുത്തു. ഈ ലെഡ്ജർ എന്തിനു വേണ്ടിയിട്ടാ, എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ബി എന്തൊക്കെ സാധനം വാങ്ങുന്നുണ്ടോ അതിന് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഫോർ വാട്ട് പർപ്പസ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ട്രാൻസാക്ഷൻ.
ആ ഓരോ പാർട്ട്നേഴ്സും എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടോ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് എന്തുണ്ടാക്കി കൊടുത്തത്, ആ ലെഡ്ജർ ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പോയിന്റ് എന്താ, ബ്ലോക്ക് ചെയിൻ ഇസ് എ ഷെയർഡ്, അതൊരു ഷെയർഡ് ടെക്നോളജിയാണ്. സെക്കൻഡ് വൺ ഇസ് എൻ ഇമ്മ്യൂട്ടബിൾ ലെഡ്ജർ ആണ്, ലെഡ്ജർ ടെക്നോളജിയാണ്. തേർഡ് വൺ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെക്കോർഡിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ, അല്ല ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇനി പറയുന്നു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്കിംഗ് ദ അസറ്റ് ഇൻ ദ ബിസിനസ് നെറ്റ്വർക്ക്. അവർക്ക് പരസ്പരം ഫോർ എക്സാമ്പിൾ എന്തൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ബിക്കും സിക്കും ഡിക്കും ട്രാക്ക് ചെയ്യാൻ പറ്റും. ബി എന്തൊക്കെ സാധനം അതിൽ വാങ്ങുന്നുണ്ട്, ബി എന്തൊക്കെ അതിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബി എന്തൊക്കെ ഇൻവോയ്സ് അതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ആർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന എക്കും സിക്കും ഡിക്കും ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പരസ്പരം ട്രാക്ക് ചെയ്യാനും പറ്റും, ഓരോരുത്തർക്ക് അതിനകത്ത് റെക്കോർഡ് ചെയ്യാനും പറ്റും, അല്ലെ ട്രാക്കിംഗ് ദ അസറ്റ് ഇൻ എ ബിസിനസ് നെറ്റ്വർക്ക്. ഓക്കെ ആണോ? ഇനി പറഞ്ഞു കേട്ടോ, ഇങ്ങനെയാണെങ്കിൽ എന്താ ബെനിഫിറ്റ് അറിയോ, റെഡ്യൂസിങ് ദ റിസ്ക് ആൻഡ് കട്ടിങ് കോസ്റ്റ് ഫോർ ഓൾ ഇൻവോൾവ്ഡ്. ഇവിടെ എന്ത് കുറയുന്ന, ഇവിടെ റിസ്ക് കുറയും, റിസ്ക് എന്തെങ്കിലും കുറയും, ശരിയല്ലേ? റിസ്ക് കുറയും, അത് മാത്രമല്ല എന്തും കുറയും, കോസ്റ്റും കുറയും. ആദ്യമായിരുന്ന സമയത്ത് എയും ബിയും സിയും ഡിയും അവരെന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ ഒരാൾക്ക് എക്സ്പെൻസ് കൂടുതൽ വരുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നമില്ല, എന്ത് കുറയും, കോസ്റ്റും കുറയും, അല്ലേ? ദ ഇൻഫർമേഷൻ ഷുഡ് ബി അക്യുറേറ്റ് ആൻഡ് റിസീവ്ഡ് ഫാസ്റ്റ്, അല്ലേ? അവർ 4 പേരും അതിനകത്ത് എന്തൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ അത് ഷുഡ് ബി അക്യുറേറ്റ്, അത് കറക്റ്റ് ഡാറ്റ ആയിരിക്കും. അത് മാത്രമല്ല അവർ ഫാസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണോ? ഈ റിലേ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ ആണോ? അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞാൽ വാട്ട് ഈസ് ഇൻ എ ബ്ലോക്ക് ചെയിൻ, ആ ബ്ലോക്ക് ചെയിൻ ഇസ് എ ഷെയർഡ്. നെക്സ്റ്റ് വൺ ഇസ് എൻ ഇമ്മ്യൂട്ടബിൾ ലെഡ്ജർ ടെക്നോളജി, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മുടെ എക്സാമ്പിൾ ആലോചിച്ചാൽ പോരെ, നമ്മുടെ എക്സാമ്പിൾ 4 പേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, 4 പേരും കൂടി റൂം എടുത്ത് ഒരു വീടെടുത്ത് നിൽക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. എന്ത് കൊടുത്തു, ലെഡ്ജർ ഷെയർ ചെയ്ത് കൊടുത്തു. എന്തിനു വേണ്ടിയിട്ടാ, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്തു. ഇപ്പം എന്താ പ്രശ്നം, റിസ്ക് എന്ത് ചെയ്തു, അത്രത്തോളം കുറഞ്ഞു, അല്ലെ? കോസ്റ്റ് എന്ത് ചെയ്തു, കുറഞ്ഞു. അതുപോലെ ഇൻഫർമേഷൻ എന്തായിട്ട് മാറി, അക്യൂറേറ്റ് ആയിട്ട് മാറി, അല്ലെ? പെട്ടെന്ന് എന്ത് ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോണത് ബ്ലോക്ക് ചെയിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന കോമ്പണന്റ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. കോമ്പണൻസ് ഓഫ് ബ്ലോക്ക് ചെയിൻ നമ്മുടെ എക്സാമ്പിളിന് ആലോചിച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഇനി ഞാനെന്താ പറഞ്ഞത്, ബ്ലോക്ക് ചെയിൻ എക്കും ബിക്കും സിക്കും ഡിക്കും ഞാൻ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ടാക്കി കൊടുത്തില്ലേ, ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് ഞാൻ ഓപ്പൺ ആക്കി കൊടുത്തില്ലേ, അതാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എൻ്റെ എക്സാമ്പിളിൽ. ഇനി ഞാൻ പറയട്ടെ, ആ ഗൂഗിൾ ഡോക്യുമെന്റ് ടെക്നോളജിയുടെ കോമ്പണൻസ് എന്തൊക്കെയാണ് ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അതെന്തറിയോ, ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. ശരിയാണോ? എന്താണ് അങ്ങനെ പറയുന്നത്, ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയാൻ എന്താണ്, അവിടെ എൻ്റെ ലെഡ്ജർ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, സിക്കും ഡിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ടോ ആർക്ക് കാണാൻ പറ്റും, ബിക്കും സിക്കും ഡിക്കും കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ്. എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, എൻ്റെ എന്താ ലെഡ്ജർ, എൻ്റെ ലെഡ്ജർ ബിക്കും സിക്കും ഡിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ലെഡ്ജർ ഒരു പാർട്ടൻ്റെ ലെഡ്ജർ മറ്റൊരു പാർട്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ലെഡ്ജേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്, ഈ പറയുന്ന ബ്ലോക്ക് ചെയിൻ. ഓക്കെ ആണോ? ഇനി വായിച്ചു നോക്കിയേ, ഇനി വായിക്ക്. all network participants have access to the ledger to record of a transaction. നമ്മുടെ എക്സാമ്പിൾ എല്ലാ നെറ്റ്വർക്ക് പാർട്ടിസിപ്പൻസിനും എന്ത് ആക്സസ് കിട്ടുന്നുണ്ട്, ലെഡ്ജറിന്റെ ആക്സസ് കിട്ടുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ, ടു റെക്കോർഡിംഗ് ഓഫ് എ ട്രാൻസാക്ഷൻ, അവരവരുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. നമ്മൾ എക്സാമ്പിൾ ആരാണ് ഈ ആൾ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞാൽ, ഓൾ പാർട്ടിസിപ്പൻസ് മീൻസ് എ ബി സി ആൻഡ് ഡി. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ശരിയല്ലേ? ശരിയാണ്. ഇനി പറയണേ, വിത്ത് ദിസ് ഷെയർഡ് ലെഡ്ജർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഓൺലി വൺസ്. നമുക്ക് ഒരിക്കൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ കോമ്പണന്റ് പറയാൻ വേണ്ടി പോകണേ. രണ്ടാമത്തെ കോമ്പണന്റ് ഇസ് എൻ ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ്. എന്താ ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ, ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു റെക്കോർഡ് ആണല്ല, ഇത് റെക്കോർഡ് മാത്രമല്ല, ഇതൊരു ഇമ്മ്യൂട്ടബിൾ റെക്കോർഡാണ്. ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് മീൻസ് വാട്ട്, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ, എ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട്, അവൻ 1 കിലോ അരി വാങ്ങി, അവൻ 100 രൂപയെ റെക്കോർഡ് ചെയ്യണം, അവൻ എന്ത് ചെയ്തു, 120 രൂപ റെക്കോർഡ് ചെയ്തു. അപ്പോൾ എന്താ പ്രശ്നം, അവനതിന് എഡിറ്റ് ചെയ്യാനും പറ്റൂല, ഡിലീറ്റ് ചെയ്യാനും പറ്റൂല, ചേഞ്ച് ചെയ്യാനും പറ്റൂല. അതുകൊണ്ടാണ് അത് ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ് എന്ന് പറയാൻ കാരണം. കേട്ടോ, നോ പാർട്ടിസിപ്പൻസ് ക്യാൻ ചേഞ്ച് വിത്ത് എ ട്രാൻസാക്ഷൻ ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ റെക്കോർഡ് ടു എ ഷെയർഡ് ലെഡ്ജർ. ആ ഷെയർഡ് ലെഡ്ജറിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. ഇഫ് എ ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇൻക്ലൂഡ് എൻ എറർ, ഇനി അവന് ട്രാൻസാക്ഷൻ എറർ മുഖേന റെക്കോർഡ് ചെയ്ത് പോയാൽ, അല്ലെ ബൈ മിസ്റ്റേക്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് റെക്കോർഡ് ചെയ്ത് പോയാൽ, മറന്നുപോയി 1000 എഴുതി 100 ആക്കി അടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും എറർ മുഖേനയാണ് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, എ ന്യൂ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി ആഡഡ് ടു റിവേഴ്സ് എറർ. അല്ലെ, ഒരു പുതിയൊരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ടാണ്, തൊട്ട് മുകളിൽ അടിച്ച ആ എറർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് പറഞ്ഞത്, നിങ്ങൾ 1000 രൂപക്ക് ക്യാഷേൽ കിട്ടിയെന്നാണ് എൻട്രി ഇട്ടു, അല്ലെ, ക്യാഷ് അക്കൗണ്ട് ടു സെയിൽസ് ആണ് എൻട്രി പാസ് ചെയ്തു.
ബട്ട് എന്താ പ്രശ്നം അറിയോ, 1000 എന്ന് അടിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ എന്ത് 100 അടിച്ചു, ഒരു 0 കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യണ്ടേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, 1000 ആണ് അടിക്കേണ്ടത്, നിങ്ങൾ എത്ര അടിച്ചത്, 100 അടിച്ചത്. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 900 ഇനിയും ക്യാഷിൽ കൂരണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും, ക്യാഷ് ക്വാണ്ടിറ്റി ടു സെയിൽ എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും, 900 അടിക്കും. ശരിയല്ലേ, അതാ പറഞ്ഞത്. അതേപോലെ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്തു, അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് തിരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇതൊരു സ്മാർട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സ്മാർട്ട് കോൺട്രാക്ട്. ഞാനൊരു ഗൂഗിൾ ഡോക്യുമെന്റ് എക്കും ബിക്കും സിക്കും ഡിക്കും അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു മൊമെന്റിൽ ഇവർ 4 പേരും ഓട്ടോമാറ്റിക്കലി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടില്ലേ, കോൺട്രാക്റ്റിലായി മാറി. എന്തുകൊണ്ടാ, ഇവർ 4 പേരും എന്ത് റെക്കോർഡ് ചെയ്താലും ഇതിനകത്ത് കാണാൻ പറ്റും, ഇതിനകത്ത് എന്തും മാറ്റം വരുത്താൻ പറ്റില്ല, ഇതിനകത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ഇവർ പരസ്പരം എന്തായിട്ട് മാറി, ഒരു കോൺട്രാക്റ്റിലായി മാറി. അതാ പറഞ്ഞത്, എ കോൺട്രാക്ട് ക്രിയേറ്റഡ് ഓട്ടോമാറ്റിക്കലി ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇഫ് യൂസിങ് എ ബ്ലോക്ക് ചെയിൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇറ്റ് ഇൻക്രീസ് ദ ട്രസ്റ്റ്. ഞാൻ പറഞ്ഞു പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബ്ലോക്ക് ചെയിൻ്റെ ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. ഈ 4 പേരും റൂം എടുത്തുന്നു, ഇവർക്ക് പരസ്പരം വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇതിനൊരു ആവശ്യമുണ്ടോ, ഇല്ലല്ലോ. ബട്ട് ഇവർക്ക് പരസ്പരം വിശ്വാസം ഇല്ലാത്തൊരു കാരണം കൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ടെക്നോളജി കൊണ്ടുവന്നത്, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി കൊണ്ടുവന്നത്. അതെ, ഇറ്റ് ഇൻക്രീസ് ആസ് എ ബ്ലോക്ക് ചെയിൻ ഈസ് യൂസ്ഡ് ബൈ ഓൺലി ദ മെമ്പേഴ്സ് ഹു ആർ വിത്തിൻ എ ഡിഫൈൻ നെറ്റ്വർക്ക്. അവിടെ എന്ത് കൂടും, ഒരു ഡിഫൈൻ നെറ്റ്വർക്കിനകത്തുള്ളവർ മാത്രമേ ഇത് യൂസ് ചെയ്യുള്ളൂ. അവർ എന്ത് കൂടും, ട്രസ്റ്റ് കൂടും, അവരുടെ വിശ്വാസം എന്തെയും കൂടും. ഓക്കെ ആണോ. അത് മാത്രമല്ല എന്തും കൂടാ, സെക്യൂരിറ്റി കൂടൂലേ, സെക്യൂരിറ്റി. ഓക്കെ, ദ ഇൻക്രീസിംഗ് ദ സെക്യൂരിറ്റി ഇൻ ദ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് അറൈസിംഗ് ഫ്രം ദ ഫാക്ട് ദാറ്റ് കോൺഷ്യസ് ഓൺ ദ ഡാറ്റ അക്യുറസി ഈസ് റിക്വയർഡ് ഫ്രം ദ ഓൾ നെറ്റ്വർക്ക് മെമ്പേഴ്സ്. ആ നെറ്റ്വർക്ക് മെമ്പേഴ്സ് എല്ലാവരും അവരതിനകത്ത് എൻട്രി ഡാറ്റയുടെ എന്ത് കൂടുന്നുണ്ട്, അക്യുറസി കൂടും. കാരണം എന്താ അറിയോ, 4 പേരും കൊണ്ട് റൂം എടുത്ത് വെക്കുമ്പോൾ ഇനി ആരും എന്ത് ചെയ്യില്ല, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ അടിക്കൂല. ഇനി ആരും കള്ളത്തരം കാണിക്കൂല. കാരണം എന്താ, ഞാൻ എന്തടിച്ചാലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. കാരണം അതിൻ്റെ ബില്ലും കൂടി അതിനകത്ത് ഇൻവോയ്സ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യില്ല, അവർ ഉടായ്പ കാണിക്കൂല. ഓക്കെ ആണോ. സോ ഓൾ വാലിഡേറ്റഡ് ട്രാൻസാക്ഷൻസ് ആർ ഇമ്മ്യൂട്ടബിൾ ബിക്കോസ് ദേ ആർ റെക്കോർഡഡ് പെർമനൻ്റ്ലി. അവർ പെർമനൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അതുമാത്രമല്ല, നോ വൺ, നോട്ട് ഈവൻ എ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ ഡിലീറ്റ് എ ട്രാൻസാക്ഷൻ. വൺസ് ഒരു ട്രാൻസാക്ഷൻ അതിനകത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത്, സെക്യൂരിറ്റി കൂടുന്ന് പറയാം. അപ്പോൾ ഓരോരുത്തരും അത് അടിക്കുമ്പോൾ എന്ത് ചെയ്യും, നോക്കി കണ്ടേ അടിക്കുള്ളൂ. ഓക്കെ ആണോ. ഓക്കെ, അപ്പോൾ സെക്യൂരിറ്റി കൂടും. നെക്സ്റ്റ് വൺ എന്താ, നെക്സ്റ്റ് വൺ പറയാണ് ബ്ലോക്ക് ചെയിൻ യൂസ് ചെയ്യുമ്പോൾ എന്ത് കൂടുന്ന, എഫിഷ്യൻസി കൂടും. എന്തുകൊണ്ടാണ് എഫിഷ്യൻസി കൂടുന്നു, എഫിഷ്യൻസി കൂടുന്നു പറയാൻ കാരണം അവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ, ടൈം സേവ് ചെയ്യാൻ പറ്റും. കാരണം എന്താ, ഞാൻ ഇന്ന് എന്തൊക്കെ വാങ്ങിയോ ഞാൻ ഈ സ്പോട്ടിൽ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. ഇനി മാസാവസാനം എല്ലാവരുടെയും എമൗണ്ട് കൂട്ടി നോക്കിയിട്ട് ആരാണ് കൂടുതൽ അവർക്ക് ഷെയർ ചെയ്യുക, അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവില്ല. നമുക്ക് ടൈം എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. കണ്ടോ, വിത്ത് എ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ദാറ്റ് ഈസ് ഷെയർഡ് അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ നെറ്റ്വർക്ക്. ആ നെറ്റ്വർക്കിലെ മെമ്പേഴ്സിനിടയിൽ ഒരു ലെഡ്ജർ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ്, ടൈം വേസ്റ്റിംഗ് റെക്കോർഡ് റീകൺസിലേഷൻ ആർ എലിമിനേറ്റഡ്. അല്ലെ, ടൈം എന്താവില്ല, വേസ്റ്റ് ആയി പോകില്ല. അതുകൊണ്ടാണ് എന്ത് കൂടുന്നു പറഞ്ഞത്, എഫിഷ്യൻസി കൂടുന്നു പറഞ്ഞത്. കണ്ടോ, ദ സ്മാർട്ട് കോൺട്രാക്ട് എനേബിൾ ഓട്ടോമാറ്റിക് ട്രാൻസാക്ഷൻ ദർ ബൈ സേവിങ് ഓൺ ടൈം. നല്ലൊരു കോൺട്രാക്ട് ആണെങ്കിൽ അവിടെ എന്ത് സേവ് ചെയ്യാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. അല്ലെ, അവിടെ എന്ത് കൂടും, എഫിഷ്യൻസി കൂടും. എന്താ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, എഫിഷ്യൻസി ഞാൻ ഓൾറെഡി ഒരു വീഡിയോക്കകത്ത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എഫിഷ്യൻസി, വാട്ട് ഈസ് മീൻ ബൈ എഫിഷ്യൻസി, ഞാൻ ഒന്നും കൂടി എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എഫിഷ്യൻസി ഉണ്ട്, എഫക്റ്റീവ്നെസ് ഉണ്ട്. നിങ്ങൾക്കറിയോ വാട്ട് ഈസ് മീൻ ബൈ എഫിഷ്യൻസി ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ എഫക്റ്റീവ്നെസ് ആൻഡ് വാട്ട് ഈസ് മീൻ ബൈ എഫക്റ്റീവ്നെസ്. ഇത് രണ്ടും സെയിം ആണോ, അല്ല. ഇത് രണ്ടും എന്താ, ഡിഫറൻ്റ് ആണ്. ഫസ്റ്റ് മനസ്സിലാക്കോ, എഫിഷ്യൻസി മീൻസ് വാട്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടു പെർഫോം എ ടാസ്ക്, ഒരു ടാസ്ക് പെർഫോം ചെയ്യുക വിത്ത് ലീസ്റ്റ് ടൈം, കുറഞ്ഞ സമയം എടുത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ടാസ്ക് പെർഫോം ചെയ്യുക. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എഫിഷ്യൻസി. അപ്പോൾ എഫക്റ്റീവ്നെസ് എന്താ, എഫക്റ്റീവ്നെസ് മീൻസ് വാട്ട്, ടു പെർഫോം എ ടാസ്ക്, ഒരു ടാസ്ക് പെർഫോം ചെയ്യുക, ഒരു ടാസ്ക് പെർഫോം ചെയ്യുക വിത്ത് പെർഫെക്റ്റ് മാനർ, നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. ശരിക്കും കേട്ടോ, ഞാൻ വീണ്ടും പറയുന്നു, എഫിഷ്യൻസി മീൻസ് വാട്ട്, ടു പെർഫോം എ ടാസ്ക് വിത്ത് ലീസ്റ്റ് ടൈം, കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാം, ഒരു ടാസ്ക് പെർഫോം ചെയ്യാം. എഫക്റ്റീവ്നെസ് മീൻസ് ടു പെർഫോമിംഗ് എ ടാസ്ക് വിത്ത് എ പെർഫെക്റ്റ് മാനർ. എക്സാമ്പിൾ എന്താ സാർ, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓക്കെ, ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം, ഒരു 3 മണിക്കൂർ എഴുതി തീർക്കേണ്ട എക്സാം എന്ത് ചെയ്തു, ഒരു കുട്ടി എന്താ ചെയ്തറിയോ, 3 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കേണ്ട എക്സാം ഒരു കുട്ടി എന്ത് ചെയ്തു, 1 hour കൊണ്ട് എന്ത് ചെയ്തു, എഴുതി കംപ്ലീറ്റ് ആക്കി. ഒരു എക്സാം നടക്കുന്നുണ്ട്, ആ എക്സാം ഇപ്പോൾ നിങ്ങൾ CMA എക്സാം നിങ്ങൾക്ക് 3 മണിക്കൂറുടെ സമയമുള്ളത് എക്സാം എഴുതണം. ഒരു കുട്ടി അത് 1 hour കൊണ്ട് കംപ്ലീറ്റ് എഴുതി തീർത്ത് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ഷീറ്റും ഫാക്കൽറ്റി ഏൽപ്പിച്ച് എന്ത് ചെയ്തു, ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ പറയുന്ന കുട്ടി ഹൈ എഫിഷ്യൻസി. കാരണം എന്താ, ആ കുട്ടി 3 മണിക്കൂർ കൊണ്ട് എഴുതേണ്ട
ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു എക്സാം 1 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു എഴുതി തീർത്തു പോയി. ഞാൻ പറയും ഹൈ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയും. പക്ഷേ എന്താ പ്രശ്നം, ഞാൻ പേപ്പർ നോക്കുമ്പോൾ ഫുള്ള് തെറ്റേക്കുന്നത് അപ്പോൾ അതിനകത്ത്. അപ്പോൾ എന്താ എഫക്റ്റീവ്നെസ് മീൻസ് 3 മണിക്കൂർ കൊണ്ട് എഴുതുന്ന എക്സാം എന്ത് ചെയ്തു, 3 മണിക്കൂർ സമയത്ത് എക്സാം എഴുതി. അതുമാത്രമല്ല 3 മണിക്കൂർ കൊണ്ട് എഴുതുന്ന എക്സാം എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. അപ്പോൾ 3 മണിക്കൂറും 10 മിനിറ്റും എടുത്തിട്ട് 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടാണ് ആ എക്സാം കംപ്ലീറ്റ് ആക്കി കൊടുത്തത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എക്സാം എഴുതി. 3 മണിക്കൂറിൻ്റെ എക്സാമാണ്, അത് 3 മണിക്കൂർ സമയം എടുത്ത്. ഇനി എക്സ്ട്രാ അല്ലേ ഫാക്കൽറ്റി പേപ്പർ വാങ്ങുന്ന സമയത്തും അവനെ കറക്റ്റാക്കി എഴുതി കൊടുത്തു. 10 മിനിറ്റ് എക്സ്ട്രാ സമയം എടുത്തിട്ട് എന്ത് ചെയ്തു, അവൻ എക്സാം കംപ്ലീറ്റ് ആക്കി. അങ്ങനെ എഴുതി എന്താ പ്രശ്നം അറിയോ, ഒക്കെ പെർഫെക്റ്റ് ആകാരം അല്ലേ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് അത് അതേപോലെ എഴുതി കൊടുത്തു. അതിന് പെർഫെക്റ്റ് ആൻസർ എഴുതി ടൈം എടുത്തിട്ട് ഓരോ ക്വസ്റ്റ്യനും ഈച്ച് ആൻഡ് എവരി ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആക്കി എന്ത് ചെയ്തു, എഴുതി കൊടുത്തു. ഇതാണ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പറയും ഇതിൽ ഏറ്റവും ബെറ്റർ ഏതാ? ഇതല്ലേ ബെറ്റർ. എന്താ? എഫക്റ്റീവ്നെസ് ആണ് ബെറ്റർ എന്താണ്? എഫക്റ്റീവ്നെസ് ആണ്. ബട്ട് എഫിഷ്യൻസി ഞാൻ എന്താ പറഞ്ഞത്, എഫിഷ്യൻസി എപ്പോഴാണ് കൂടുക? ഒരു കാര്യം കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് കൂടും, എഫിഷ്യൻസി കൂടില്ലേ? കൂടും. നമ്മൾ ബ്ലോക്ക് ചെയിൻ പഠിച്ചപ്പോൾ എന്താ പഠിച്ചത്? ബ്ലോക്ക് ചെയിൻ പഠിച്ചപ്പോൾ എന്ത് കൂടുന്ന പറഞ്ഞത്? എഫിഷ്യൻസി കൂടുന്ന പറഞ്ഞത്, എഫക്റ്റീവ്നെസ് കൂടുന്ന പറഞ്ഞത്, എഫിഷ്യൻസി കൂടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എഫിഷ്യൻസി കൂടുന്നു പറയുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താ എഴുതി കൊടുക്കേണ്ടത്? അതായത് സമയം കുറച്ചിട്ട് ഒരു ടാസ്ക് ചെയ്യും എന്നാണോ, സമയം കൂട്ടി ടാസ്ക് ചെയ്യുന്നതാണോ? സമയം കുറച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാസ്ക്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയിൻ പഠിച്ച സമയത്ത് ഇവിടെ എഫിഷ്യൻസി കൂടുന്നു പറഞ്ഞപ്പോൾ അവിടെ എന്ത് സേവ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞോ, ടൈം സേവിങ് ഉണ്ടോ? ടൈം എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ ഉണ്ടോ? ഇവിടെ ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ടൈം സേവ് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ കാരണം എന്താ, എഫിഷ്യൻസി കൂടും. ഇനി ഇവിടെ എഫക്റ്റീവ്നെസ് ആണെങ്കിൽ അങ്ങനെ പറയില്ല. മനസ്സിലായോ? അപ്പോൾ എഫിഷ്യൻസി കൂടുന്നു പറഞ്ഞല്ലേ, എഫിഷ്യൻസി കൂടും മീൻസ് വാട്ട്, അവിടെ ടൈം എന്ത് ചെയ്യാൻ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ എഫിഷ്യൻസി മീൻസ് വാട്ട്, ഒരു ടാസ്ക് ചെയ്യുമ്പോൾ വിത്ത് ലീസ്റ്റ് ടൈം, കുറഞ്ഞ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഒരു ടാസ്ക് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ അതാണ് പെർഫെക്റ്റ് മാനർ. അതാണ് എന്ത് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് എന്ത് ബ്ലോക്ക് ചെയിൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ മനസ്സിലായല്ലോ ബ്ലോക്ക് ചെയിൻ വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റം. ഇനി ഞാൻ പറയട്ടെ, ഇനി ബ്ലോക്ക് ചെയിൻ സിസ്റ്റം റിയൽ ആയിട്ട് എന്താ വർക്ക് ചെയ്യുന്നത്, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഫുള്ള് കഴിഞ്ഞു. ഇതാണ് പഠിച്ചാൽ മതി. ഇതാണ് ഇനഫ് ഫോർ ഒരു എക്സാം. ഓക്കെ ആണോ? ഇനി ഞാൻ പറയട്ടെ, ഇനി IT നെറ്റ്വർക്കിൽ ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുമ്പോൾ എന്താ ബ്ലോക്ക് ചെയിൻ, അതും കൂടി ഞാൻ 2 മിനിറ്റ് എടുത്തൊന്ന് പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അവിടെ പറഞ്ഞ എക്സാമ്പിൾ എന്താ. ഇനി ഞാൻ പറയും ക്രിപ്റ്റോ കറൻസിയിൽ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവിടെ 5 പേര് 4 ഫ്രണ്ട്സ് കൂടി എന്ത് ചെയ്തു, അവർ ഒരു റൂം എടുത്ത് താമസിക്കുമ്പോൾ അവർ പരസ്പരം എന്ത് ചെയ്തു, ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗൂഗിൾ ഡോക്യുമെൻ്റ് യൂസ് ചെയ്തില്ലേ. അവിടെ ഞാൻ പറഞ്ഞത് 4 ഫ്രണ്ട്സ് കൂടിയിട്ടല്ലേ, ആ 4 ഫ്രണ്ട്സ് അങ്ങ് മാറ്റി എന്താക്കി കൊടുത്താൽ മതി, ആ 4 കമ്പ്യൂട്ടർ ആക്കി കൊടുത്താൽ മതി, 5 കമ്പ്യൂട്ടർ ആക്കി കൊടുത്താൽ മതി കേട്ടോ. കമ്പ്യൂട്ടർ നമ്പർ 1 ഇൻസ്റ്റെഡ് ഓഫ് ഡയറി, ഞാൻ പറഞ്ഞില്ലേ 4 കൂട്ടുകാർ കൂടിയിട്ട് അവരൊരു റൂം എടുത്ത് താമസിക്കുകയാണെങ്കിൽ 4 പേര് എന്ത് ചെയ്യും, 4 ഡയറി യൂസ് ചെയ്യുന്ന പറഞ്ഞോർമ്മണ്ടോ. ആ 4 ഡയറിക്ക് പറയാൻ എന്താക്കി കൊടുത്താൽ മതി, 4 കമ്പ്യൂട്ടർ ആക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ 5 കമ്പ്യൂട്ടർ ആക്കി കൊടുത്താൽ മതി. ഞാൻ അവിടെ പറയുകയാണ് കമ്പ്യൂട്ടർ നമ്പർ 1, കമ്പ്യൂട്ടർ നമ്പർ 2, കമ്പ്യൂട്ടർ നമ്പർ 3, കമ്പ്യൂട്ടർ നമ്പർ 5, കമ്പ്യൂട്ടർ നമ്പർ 6. അപ്പോൾ ഒരു കമ്പനിയിൽ വലിയ കമ്പനിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അവിടെ അവർ എന്താ ചെയ്യുക വെച്ചാൽ അവിടെ 4-5 കമ്പ്യൂട്ടർ ഉണ്ടാവും. ഓക്കെ ആണോ? അല്ലേ, നമ്മളെന്താ 5 കമ്പ്യൂട്ടേഴ്സ് സ്റ്റോർ ഇലക്ട്രോണിക് അല്ലേ. അപ്പോൾ 1, 2, 3 കമ്പ്യൂട്ടേഴ്സ് അല്ല, 4-5 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഈ 4-5 കമ്പ്യൂട്ടേഴ്സും അല്ലെ, ഈ ഓരോ കമ്പ്യൂട്ടറിൻ്റെ പേരാണ് നോഡ് എന്ന് വിളിക്കുക. നോഡ് അല്ലെ, ഇതൊരു നോഡാ, ഇത് നമ്പർ 2, ഇത് വേറെ നോഡ്, ഇത് വേറെ നോഡ്, ഇത് വേറെ, ഓരോ കമ്പ്യൂട്ടേഴ്സിന് വിളിക്കുന്ന പേരാണ് നോഡ് എന്നുള്ളത്. അപ്പോൾ ഈ 5 കമ്പ്യൂട്ടേഴ്സും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ 5 കമ്പ്യൂട്ടേഴ്സും പരസ്പരം ഡാറ്റകൾ എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ഈ ഒന്നാമത്തെ കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റ കൊടുത്താൽ നമുക്ക് രണ്ടാമത്തേലും 3ാമത്തേനും 4നും 5നും എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് പരസ്പരം എന്തേക്കരം കണക്ട് ആണ്, ഇത് പരസ്പരം എന്തേക്കരം കണക്റ്റഡ് ആയിരിക്കും. ദീസ് 5 നോഡ്സ് ആർ പ്രോപ്പർലി കണക്റ്റഡ്. ഇത് എന്തിനു വേണ്ടിയിട്ടാ, എക്സ്ചേഞ്ച് ചെയ്യാം. ഇവർക്ക് ഡാറ്റ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. എന്ത് ഡാറ്റ, ഇലക്ട്രോണിക് ഡാറ്റ. അപ്പോൾ ഇലക്ട്രോണിക് ഡാറ്റ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവർ പരസ്പരം എന്തേക്കരം കണക്റ്റഡ് ആയിക്കാരം. ഇവർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ ഇവിടുന്ന് ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ ഇവിടുന്ന് ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ ഇവിടുന്ന് ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഇവർക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഈ ഡാറ്റ ഇവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റും, ഇവരുടെ ഡാറ്റ ഇവർക്കും ഇവർക്ക് പരസ്പരം ട്രേഡ് ചെയ്യാനും ഇവർക്ക് പരസ്പരം ട്രാക്ക് ചെയ്യാനും ഒക്കെ പറ്റും.
അപ്പോൾ ഇങ്ങനത്തെ ഒരു ടെക്നോളജി ഒരു കമ്പനിയിൽ യൂസ് ചെയ്യാൻ, അതാണ് എന്ത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ആണോ? അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഇനി ഇവിടുത്തെ ഒരു മൂന്നാമത്തെ ഈ നാലാമത്തെ ലൈൻ വെച്ച് നോക്കുകയും നമ്മൾ ബ്ലോക്ക് ചെയിൻ ഫുള്ള് ഞാൻ പറഞ്ഞു ലാസ്റ്റ് എന്ന് പറഞ്ഞത് വെർച്വലി എനിത്തിങ് ഓഫ് ദ വാല്യൂ ക്യാൻ ബി ട്രാക്ക്ഡ് ആൻഡ് ട്രേഡഡ് ഓൺ എ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ഒരു കമ്പനിയുടെ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാനും പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് എന്ത്, ഇവിടെ കൊടുത്ത ഇമേജ് മാത്രം നോക്കിയാൽ മതി. കണ്ടോ, ഞാൻ പറഞ്ഞു ഇവിടെ എത്ര ഇമേജ് ഉണ്ടാ, ഇവിടെ 5 കമ്പ്യൂട്ടേഴ്സ്, ഒരു കമ്പനിയിൽ 5 കമ്പ്യൂട്ടേഴ്സ്. ഈ കമ്പ്യൂട്ടർ ഇതുമായിട്ട് കണക്റ്റഡ് ആയിക്കാരം, ഇതുമായിട്ട് എന്തെങ്കിലും കണക്റ്റഡ് ആയിക്കാരം. അങ്ങനെ പരസ്പരം കണക്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും, ഇത് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രേഡ് ചെയ്യാനും പറ്റും, ട്രാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ഈ ഒരു സിസ്റ്റമാണ് എന്ത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ദിസ് ഇസ് ഓൾ അബൌട്ട് ദ ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരി എന്ത് ചെയ്യും, വിടരും. ഇപ്പോൾ സാധനം എക്സാക്ട്ലി നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഈ കോമ്പണൻസ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, കോമ്പണൻസ് ഓഫ് ബ്ലോക്ക് ചെയിൻ. നമ്മൾ ഈ കോമ്പണൻസ് എങ്ങനെയാണ് പഠിച്ചത് നിങ്ങൾ ആലോചിച്ചു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മാത്രം ആലോചിച്ചാൽ മതി. കോമ്പണൻസ്, ഒന്നാമത്തെ കോമ്പണൻസ് എന്ന് പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി, വിച്ച് മീൻസ് വാട്ട്, എയുടെ ലെഡ്ജർ ബിക്കും സിക്കും ഡിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ്സ്. എന്താ ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ്സ്? എന്തെങ്കിലും റെക്കോർഡ് ചെയ്താൽ പിന്നെ എന്താ ഡിലീറ്റ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ അൾട്ടർ ചെയ്യാനോ പറ്റില്ല. ഇൻ കേസ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കൊരു ഡ്യൂപ്ലിക്കേഷൻ എൻട്രി എന്ത് ചെയ്യേണ്ടി വരും, പാസ് ചെയ്യേണ്ടി വരും. റെക്ടിഫിക്കേഷൻ എൻട്രി പാസ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഒരു റെക്ടിഫിക്കേഷനും ട്രാൻസാക്ഷൻ ഇട്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് തിരുത്താൻ പറ്റുള്ളൂ അല്ലേ? ഇനി ഇവർ 4 പേരും കൂടി ഒരു ഗൂഗിൾ ഡോക്യുമെന്റ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി 4 പേരും കൂടി എന്ത് ചെയ്യും, ഒരു കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യും, ഏർപ്പെടും അല്ലേ? പിന്നെ ഇവർ 4 പേർക്കും വിശ്വാസമില്ലാതിരിക്കുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുക, ബ്ലോക്ക് ചെയിൻ. ഇവർ 4 പേര് എന്ത് കൂടും, വിശ്വാസത കൂടും, ട്രസ്റ്റ് കൂടും എന്ന് പറഞ്ഞു. പിന്നെ 4 പേരും ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്ത് കൂടും, സെക്യൂരിറ്റി കൂടുന്നു പറഞ്ഞു അല്ലെ? ടൈം വേസ്റ്റ് ഓഫ് ടൈം ഉണ്ടാവില്ല, അപ്പോൾ അത്രയും എന്ത് കൂടും, എഫിഷ്യൻസി കൂടുന്നു പറഞ്ഞു. ഇതാണ്. അപ്പോൾ ഇത് കാണാതെ പഠിക്കണ്ട അല്ലെ? ഡിസ്ട്രിബ്യൂട്ടഡ് ടെക്നോളജി ആണ്, ഇമ്മ്യൂട്ടബിൾ റെക്കോർഡ്സ് ആണ്, കോൺട്രാക്ട് ഫോം ചെയ്യും, ട്രസ്റ്റ് കൂടും അല്ലെ, സെക്യൂരിറ്റി കൂടും, എഫിഷ്യൻസി കൂടും. എഫിഷ്യൻസി ഇൻ എഫക്റ്റീവ്നെസ് തമ്മിൽ ഡിഫറൻസ് മനസ്സിലായല്ലേ? എഫിഷ്യൻസി മീൻസ് കുറഞ്ഞ സമയം കൊണ്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യുക. അതുകൊണ്ടാണ് എഫിഷ്യൻസി കൂടും എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എക്സ്പ്ലനേഷൻ എന്ത് കൊടുത്തത്, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. കാരണം കുറഞ്ഞ സമയം കൊണ്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യുമ്പോഴാണ് എന്ത് പറയാം, എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ ആണോ? ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് വാട്ട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി.